ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ISL സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അതിൻ്റെ അനന്തരഫലമായിക്കൊണ്ട് ആരാധകർ ക്ലബിനെ കൈവിട്ടിരുന്നു. പല ഹോം മത്സരങ്ങളിലും വളരെ കുറഞ്ഞ ആരാധകർ മാത്രമായിരുന്നു ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നത്. ഏതായാലും അറ്റൻഡൻസിൻ്റെ കൃത്യമായ കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ആരാധകരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചകളും ഏറ്റവും കൂടുതൽ താഴ്ചകളും ഉണ്ടായ ക്ലബ്ബുകളുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ സംഭവിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. 42% ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത്. അറ്റൻഡൻസിന്റെ കാര്യത്തിൽ 42% ഇടിവ് കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ച ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ഏതായാലും നമുക്ക് അതിൻ്റെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് അഥവാ വളർച്ച ഉണ്ടായ ക്ലബ്ബ് അത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. അതായത് 94.8% ആരാധകരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് ബംഗളൂരു FC വരുന്നു. 46.9% വർധനവാണ് ആരാധകരുടെ കാര്യത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് ഒഡീഷ 29.5%. നാലാം സ്ഥാനത്ത് ഗോവ 19.1%. അഞ്ചാം സ്ഥാനത്ത് ചെന്നൈയിൻ FC 15.5%. ഇനി ആരാധകരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. 42.2% കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് ഹൈദരാബാദ് വരുന്നു 30.2%. പഞ്ചാബ് മൂന്നാം സ്ഥാനത്ത് 19.9%. നാലാം സ്ഥാനത്ത് മുഹമ്മദൻ SC 13.9%. അഞ്ചാം സ്ഥാനത്ത് മുംബൈ സിറ്റി 11.3% അവരുടെ ഒരു കണക്ക് വരുന്നത്. ഇനി ആവറേജ് അറ്റൻഡൻസ് എടുത്തു നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാനാണ് വരുന്നത്. 35,744 ആരാധകർ ശരാശരി അവരുടെ ഒരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്താറുണ്ട്. രണ്ടാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ 18,431. മൂന്നാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 15,894 ആയിക്കൊണ്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ആവറേജ് അറ്റൻഡൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ മോശം പ്രകടനം കാരണം ഇത് താഴേക്ക് പതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നാലാം സ്ഥാനത്ത് ജംഷഡ്പൂർ 14,284. ബംഗളൂരു അഞ്ചാം സ്ഥാനത്ത് 11,838. ഇങ്ങനെയാണ് ഇപ്പോൾ അറ്റൻഡൻസിന്റെ കണക്കുകൾ വരുന്നത്. ഏതായാലും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റിട്ടുള്ളത്. അടുത്ത സീസണിൽ മികച്ച പ്രകടനം നടത്തിയിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് ക്ലബിന് പോവേണ്ടി വന്നേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.